Hi friends, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 കേക്കിൻ്റെ ഓർഡറും അതുപോലെ ഡ്രീം കേക്കിൻ്റെ ഓർഡറും ഉള്ള ദിവസമായിരുന്നു. പക്ഷേ ഈ ഓർഡർ ചെയ്യണ അന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ തലേ ദിവസം നമുക്ക് ഓർഡറെല്ലാം കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ടൊന്ന് വന്നെങ്കിലും കേക്ക് ചെയ്യാൻ ആ ഒരു സമയത്ത് പറ്റിയില്ല. രാത്രി ചെയ്യാമെന്ന് വെച്ചു, സ്പഞ്ച് ചെയ്ത് വെക്കാമെന്ന് വെച്ചതായിരുന്നു. പക്ഷേ സ്പഞ്ച് ചെയ്യാൻ ടൈമിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് പോയിട്ട് പിന്നെ കുറേ വെയിറ്റ് ചെയ്തു വരുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ കറണ്ട് അന്ന് രാത്രി വന്നില്ല. പിന്നെ രാവിലെ അന്നത്തെ ദിവസം തീരെ ഉറക്കമുണ്ടായിരുന്നില്ല കേട്ടോ. കേക്കാണെങ്കിൽ ക്യാൻസൽ ചെയ്യാനും വയ്യ. ഗൾഫിൽ നിന്ന് വിളിച്ച് പറഞ്ഞ ഓർഡറായിരുന്നു. ഓർഡറെല്ലാം കൺഫേം ചെയ്ത് പേയ്മെൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാനും വയ്യ. അങ്ങനെ പിന്നെ രാവിലെ എണീറ്റിട്ട് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എണീക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നോക്കുമായിരുന്നു കറണ്ട് വന്നോന്ന് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കറണ്ടൊന്നും വന്നിട്ടും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഒരു 5 മണിക്കൊക്കെ എണീറ്റിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇൻവെർട്ടറിൽ സ്പഞ്ച് ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചു. ഓവൻ വർക്ക് ചെയ്യാൻ കഴിയില്ല, അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ബീറ്റർ വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനിവിടെ സ്പഞ്ച് ചെയ്യണേ. അപ്പോൾ കുറച്ച് നേരത്തെ കറണ്ട് പോയത് കൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും ബീറ്റർ വർക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം ചാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പറ്റണ പോലെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതിപ്പം എഗ്ഗ് ഒരുവിധം ബീറ്റായി വന്നപ്പോഴേക്കും ഇൻവെർട്ടർ ഓഫായി. പിന്നെ ബീറ്റർ വർക്ക് ചെയ്യാൻ വയ്യ കേട്ടോ. പിന്നെ ലൈറ്റും പോവും. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചിട്ട് ബീറ്റർ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. എഗ്ഗ് മിക്സായി വന്നിരുന്നു കേട്ടോ. പിന്നെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്നത് 2 kg വൈറ്റ് സ്പഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ രാവിലെ നമുക്കിപ്പോൾ ടേബിൾ സെറ്റ് മാത്രമാണ് കേട്ടോ, കേക്കില്ല, ടേബിൾ സെറ്റ് മാത്രമാണ് കൊടുക്കാനുള്ളത്. അതായത് കപ്പ് കേക്ക്, ഡോണറ്റ്, സിക്കിള്, പഫ്സ്. പിന്നെ അതുപോലെ അതും തന്നെ 10 മണിക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. തലേ ദിവസം ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പഞ്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. എന്നാലും അത് തികയില്ല കേട്ടോ. നമുക്ക് സ്പഞ്ച് വേറെ വേണം, കപ്പ് കേക്കൊക്കെ വേറെ വേണം. അപ്പോൾ പിന്നെ അതെല്ലാം കൂടി ആക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഒരു 12 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 12 മണി 12:30 വരെ പോവാട്ടോ. അതിൻ്റെ അപ്പുറം പോകാനും വയ്യ. അപ്പോൾ പിന്നെ എന്തായാലും കറണ്ട് ഇനിയും വരുമോ എന്നുള്ള വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. പിന്നെ ക്യാൻസൽ ചെയ്യാനുള്ള ടൈം കഴിയുകയും ചെയ്തു കേട്ടോ. ക്യാൻസൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ വിളിച്ചിട്ട് നമ്മൾക്കിപ്പോൾ 12 മണിക്ക് കൊടുക്കാനുള്ള കേക്കിനെ നമ്മളിപ്പോൾ രാവിലെ വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവരുടെ അടുത്ത് നിന്ന് ചീത്തക്ക് എടുക്കുന്നുള്ള ഉറപ്പാണ്. പേയ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ രാവിലെ ഗൾഫിലൊക്കെ ആകുമ്പോൾ നമ്മൾ എണീക്കണ സമയത്ത് അവർ ഉറങ്ങണ ടൈമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ക്യാൻസൽ ചെയ്യാനും വയ്യാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാമെന്ന് വെച്ചത്. എന്താ പറയുക, ഇൻവെർട്ടർ ഓഫ് ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇൻവെർട്ടർ ഫസ്റ്റ് ട്രിപ്പ് ബീറ്റ് ചെയ്തപ്പോൾ തന്നെ ഇൻവെർട്ടർ ഓഫായി. പിന്നെ ഉള്ള ലൈറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഒരുപാട് ലൈറ്റ് വർക്ക് ചെയ്യാനും വയ്യ. അപ്പോൾ ഒക്കെ ഇൻവെർട്ടർ ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ബാറ്ററി എഗ്ഗ് മിക്സ് ആയി വന്നതിലേക്ക് ഞാൻ ഫ്ലോറൊക്കെ കുറേശ്ശെ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള കേക്ക് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യാനൊന്നും കഴിയില്ല. ഇതിപ്പോൾ സെപ്പറേറ്റ് ചെയ്യാതെ ചെയ്യണതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ എന്താണ്, തീരെ ലൈറ്റ് കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക, വീഡിയോ ചെയ്യണ സമയത്തെല്ലാം അങ്ങനെ ബ്ലറായിക്കൊണ്ടേ ഇരിക്കണത്. പിന്നെ ഞാനിത് മിക്സാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു ടൈമിലായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ടാണ് ഇതിനെ വെച്ച് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫ്ലോറെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിലും അതുപോലെ വാട്ടറെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പതിയെ എല്ലാ ഭാഗത്തും കട്ട പിടിക്കാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാനും. ഒരുപാട് സ്പീഡിൽ ചെയ്യാനും വയ്യ, ബാറ്റർ ഒരുപാട് താന്നു പോവും. അപ്പോൾ പതിയെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോ ടിന്നിലേക്കായിട്ട് മാറ്റി കൊടുക്കണം. അതിൻ്റെ മുന്നായിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് അടിയിലുള്ള അതിലൊന്ന് മുകളിലേക്ക് ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കേക്ക് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കാൻ കാരണം നമ്മളെടുത്ത് ഒരു പാക്കറ്റ് ക്രീം ഫുള്ളായിട്ട് ബീറ്റ് ചെയ്തത് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ആ ഒരു സമാധാനത്തിലാണ് സ്പഞ്ച് ചെയ്യുന്നത്. ആ ഒരു ക്രീം ഉണ്ടല്ലോ എന്നുള്ളത് ഇതിലിട്ട് അതും നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കൂളിംഗ് ഒന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് അത്യാവശ്യം കൂളിംഗ് ഉള്ള ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ തണുപ്പൊന്നും പോവാതെ അങ്ങനെ ഇരിക്കണുണ്ട് കേട്ടോ.
അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് കേക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുള്ളത്. ഫ്രീസറിൽ കണ്ട് വെച്ചാൽ മതിയല്ലോ എന്നുള്ളതിൽ. അങ്ങനെ ഇപ്പോൾ ഇതാ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊരു റിങ് വെച്ചിട്ട് ഞാൻ ഈ ഒരു നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബാറ്ററിനെ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 5 ഇഞ്ചിൻ്റെ പാത്രം ഒരെണ്ണം വെക്കും, എന്നിട്ട് അത് ബേക്കായി വന്നതിന് ശേഷം അടുത്ത് വെക്കും. അതുവരെ പുറത്ത് ഓപ്പൺ ആയിട്ട് തന്നെ വെക്കും കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ബാറ്ററി പുറത്തിരുന്ന് കഴിഞ്ഞാൽ താന്നു പോകില്ലേ എന്നുള്ളത്. ഒരിക്കലും ഇല്ല കേട്ടോ. ഇത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ടൈം പുറത്തിരുന്നിട്ടാണ് ഓരോ കേക്കുകളും ഓരോ സ്പഞ്ചുകളും ആയി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ആവണ വരെ ടാപ്പ് ചെയ്തിട്ട് അവിടെ പുറത്തിങ്ങനെ വെച്ച് കൊടുക്കും, അതിൻ്റെ അടുത്ത് തന്നെ ഇട്ടിട്ടാ. ചൂട് തട്ടിയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് എന്നാലും ആ ഒരു ചൂടിൽ ഇരുന്നോട്ടെ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നേരം വെളുത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, വെളിച്ചം വെച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ അതെടുത്തിട്ട് പിന്നെ അടുത്ത പാത്രം വീണ്ടും വെച്ച് കൊടുക്കുകയാണ്. കേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ബേക്കായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കട്ടർ വെച്ചിട്ട് ഞാൻ കപ്പ് കേക്കിനുള്ള ഇത് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കപ്പ് ബേക്കാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ബാക്കി വന്നിട്ടുള്ള പീസിനെ ഇതിലിപ്പോൾ കട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള കേക്കാണെങ്കിലും അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഓരോ കപ്പിൻ്റെ മോൾഡിലേക്കായിട്ടും ഇതിനെങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റ് സൈസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യണത് വേറെ ബേക്കറിയിലൊക്കെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മളിത് ബാറ്റർ ഒഴിച്ചിട്ട് ഇതിൽ തന്നെ ബേക്ക് ആക്കി എടുക്കാറാണുള്ളത്. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കപ്പ് കേക്കിനകത്ത് ആക്കി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം എടുത്തിട്ട് ഞാനിനി പോപ്സും സിക്കിളും ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു ലെയർ മാറ്റിയിട്ട് ഈ ഒരു പീസും ലെയറും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചിട്ടാണ് പോപ്സിനും സിക്കിളിനും എടുക്കണത്. ഇപ്പോൾ ഏകദേശമൊക്കെ വെളിച്ചം വെച്ച് വന്നു കേട്ടോ. ലൈറ്റെല്ലാം പുറത്തെല്ലാം ലൈറ്റ് വന്നിട്ടുണ്ട്. ഇനി ഓരോ ബാറ്ററായിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഇൻവെർട്ടറിൽ തന്നെയാണ് കേട്ടോ ഞാൻ എഗ്ഗ് മിക്സ് ചെയ്തത്. ഏകദേശം ഫാനെല്ലാം ഓഫ് ചെയ്തിട്ട് ഇൻവെർട്ടറിൽ ഞാനിത് കൂടി അടിച്ചെടുത്തു. എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയെടുത്തു. ബാക്കി സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൈം ആയപ്പോൾ പിന്നെ ഇനി ഒരിക്കലും ഇൻവെർട്ടർ ഒന്നിനും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പാത്രം എടുത്തു. ഇത് ഞാൻ കേക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇത് വെച്ചിട്ടായിരുന്നു കേട്ടോ കേക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ടെപ്പർവെയറിൽ സ്പീഡി ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കേക്ക് ചെയ്യാനും കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനൊക്കെ സിമ്പിളാട്ടോ. അതിൻ്റെ ആ വിസ്കിൻ്റെ നമ്മളിപ്പോൾ ബീറ്ററിനല്ലാണ്ടാണ് വിസ്ക് പോലെ തന്നെയാണ് ഇത്. സിമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് പൊതുവെ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് തിരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനാണ് ഇത് ചെയ്യണ സമയത്ത് വിളിച്ചിട്ടുള്ളതായിരുന്നു. രാവിലെ എണീപ്പിച്ചു, എന്നിട്ട് ഇത് ചെയ്തു തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എഗ്ഗും അതുപോലെ ഷുഗറും, പൊടിക്കാത്ത ഷുഗറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന് ഷുഗറും വാനില എസൻസും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കറക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. കണ്ടോ, നമ്മളിപ്പോൾ എഗ്ഗെല്ലാം ബീറ്റായി വരുന്ന പോലെ തന്നെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് പൊന്തി വരും കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എനിക്ക് ഇത് ഇങ്ങനെ കറക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ കണ്ടോ, നല്ല രീതിയിൽ തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. പിന്നെ കളറെല്ലാം ചേർത്തിട്ട് ഇത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സംഭവം സിമ്പിളാണ്, പക്ഷേ കുറച്ചൊരു ബുദ്ധിമുട്ടുമാണ് കേട്ടോ. അങ്ങനെ ബാറ്ററെല്ലാം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലാണ് ഫ്ലോറെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. ഇതൊരു ടോൾ കേക്കാണ്. അപ്പോൾ 5 ഇഞ്ചിൽ 2 പാത്രങ്ങളിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 5 ഇഞ്ച് ടിന്നും ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ബാറ്ററിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം, ഇതിപ്പോൾ ഫ്ലോറെല്ലാം മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നത്. ഫ്ലോറൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഈ ടിന്നിൽ ഒഴിച്ചിട്ട് ഇതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു കറക്റ്റ് തിക്നെസ്സിൽ തന്നെ നമുക്ക് ബാറ്ററെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ആദ്യം ഞാൻ കേക്ക് ഒരു 2-3 ഓവൺ വാങ്ങിക്കണതിൻ്റെയും ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിലും അധികം ഞാൻ ഇതാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടായിരുന്നു ഒരുപാട് കേക്കുകൾ ചെയ്തിട്ടുണ്ട്. 6 kg കേക്ക് വരെ ഞാൻ ഈ ഒരു സ്വീഡിഷ് ഷെഫ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊന്ന് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഇത് ചെയ്യണത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരുപാട് നാൾ കേട് കൂടാതൊക്കെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ അതുമായിട്ട് ടച്ചില്ല, ടപ്പർവെയറിൻ്റെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ സെയിലും കാര്യങ്ങളൊക്കെ നിർത്തി എൻ്റെ അടുത്തുള്ള പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ സിക്കിളിനും പോപ്സിനെല്ലാം വേണ്ടിയിട്ടുള്ളത് ഗണേഷ് വെച്ചിട്ട് നമ്മൾ ഇതാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കൂളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂളായപ്പോൾ തന്നെ സമാധാനമായി, അത്യാവശ്യം ഫ്രിഡ്ജിൽ കൂളിംഗ് ഉണ്ടെന്ന് മനസ്സിലായിട്ടാണ്. ഇനി ഇതെല്ലാം ഒന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് അതിനെ മാറ്റി വെക്കുകയാണ്. ഇത് 10 മണിക്കാണ് കേട്ടോ ഇത് വാങ്ങിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ പിന്നെ അവർ വരുമ്പോഴേക്കും ഇതൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ പിങ്ക് കളറിൽ 4 പോപ്സ്, സിക്കിള്, ഡോണറ്റ്, കപ്പ് കേക്ക്, ഇത്തിരി സാധനങ്ങളാണ് അതിലേക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സിക്കിളിൻ്റെത് ആ ഒരു കേക്ക് അത്യാവശ്യം കൂളാണെന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് കൊടുത്തിട്ടുള്ള ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ ഹാർഡാവും. ഇത് കുറച്ചുകൂടി ടൈം വെയിറ്റ് ചെയ്യണം കേട്ടോ ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹാർഡായതിൻ്റെ ശേഷമേ ഇത് ഈ പ്ലേറ്റിലേക്ക് വെക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ താഴെ ഇങ്ങനെ താഴെ ഫുള്ള് സ്റ്റിക്കി ആയിട്ട് നിൽക്കും. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അത് സ്റ്റിക്കി ആവാതെ ഹാർഡായതിൻ്റെ ശേഷം പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ എപ്പോഴും സിക്കിളും പോപ്സെല്ലാം ചെയ്യുന്ന സമയത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യട്ടെ സ്പഞ്ചിനെ. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മിക്സിയിൽ ചെയ്യുന്ന അതിൻ്റെ അത്ര ഫിനിഷിങ് ഇതിന് കിട്ടിയിട്ടില്ല കേട്ടോ. ബോൾസ് എല്ലാം ചെയ്യുന്ന സമയത്ത് അത്ര തന്നെ ഉണ്ട് ഫിനിഷിങ് വന്നിട്ടില്ല. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് എന്താ പറയുക ഹാർഡായതിൻ്റെ ശേഷം ഇതിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഡോണറ്റും ഉണ്ട്, പോപ്സും ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കപ്പ് കേക്കിനുള്ള ആ ഒരു ക്രീം ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് തന്നെ അതിൽ കളറ് ആഡ് ചെയ്തിട്ടാണ് കപ്പ് കേക്കിന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ താഴെ ഇത് സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിക്കി ആവാൻ കാരണം നേരത്തെ നല്ല ഹാർഡാവാതെ വെച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഓഫ്സെറ്റ് അല്ലെങ്കിൽ സ്പാച്ചിലെല്ലാം ഉണ്ട്, നൈഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പതുക്കെ താഴെ നിന്നും ഇങ്ങോട്ട് എടുത്താൽ മതിയേ. അപ്പോൾ ഈ ഒരു ഭാഗം ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അടിഭാഗം. അങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ചോക്ലേറ്റ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കമിഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അത് അങ്ങനെ ഓപ്പണായി ഇരുന്നിട്ട് ഡ്രൈ ആയിക്കോളും. അപ്പോൾ ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പ് കേക്കും, പോപ്സ്, ഡോണറ്റ്, സിക്കിള്. അപ്പോൾ അതിൻ്റെ ക്രീമെല്ലാം നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇപ്പോൾ ഇരിക്കണത് കേട്ടോ, ഒരു കുഴപ്പമില്ല, കൂളിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിനെ സെറ്റ് ചെയ്തിട്ട് കപ്പ് കേക്കിന് ഞാൻ ഫ്രീസറിലേക്ക് തന്നെ വെച്ചു. പിന്നെ ബാക്കിയുള്ളതെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓപ്പണായിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കപ്പ് കേക്ക് കുറച്ച് കൂളായിക്കോട്ടെ എന്ന് വെച്ചു. ഇപ്പോഴും നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ല, ഓരോന്നും ഇങ്ങനെ സാവകാശമായി വരുന്നുള്ളൂ കേട്ടോ. ഓവർ ഫ്ലെയിം നല്ല നല്ല ചൂടാക്കാൻ വയ്യ, കാരണം താഴെ ഭാഗം കരിയും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ സ്പഞ്ചുകൾ ഓരോന്നായത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കേക്കിന് വേണ്ടിയിട്ടുള്ളതെല്ലാം. ഇതെല്ലാം ഒന്ന് ആയതിൻ്റെ ശേഷം പിന്നെ ഒറ്റ ഐസിങ് ചെയ്യാമെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പം മുകൾ ഭാഗം ഇങ്ങനെ ഓയിലി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ബേക്കാവാത്ത പോലെ തോന്നും, പക്ഷേ ബേക്കായിട്ടുണ്ട് കേട്ടോ, സ്റ്റിക്കൊന്നുമില്ല, ബേക്കായി വന്നിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ ഈ സ്പഞ്ചുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ സ്വീഡിഷ് ഷെഫ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്, കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്, ഒരു കുഴപ്പമില്ല കേക്കിന് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഐസിങ് ചെയ്യണേ. ഇപ്പോൾ കേക്ക് ഇവിടെ ഫൈനൽ കോട്ടിങ് ഐസിങ് എല്ലാം ചെയ്ത് ഫ്രീസറിൽ വെച്ചു, പിന്നെ ഫൈനൽ കോട്ടിങ്ങും ചെയ്ത് ഫോണ്ടൻ വർക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് 1 kg ടോൾ കേക്കിലുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 12 മണിക്കാണ് കൊടുത്തു വിടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കേക്ക് ചോക്ലേറ്റ് കേക്കാണ്, ഇതും എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം പാക്ക് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഫ്രീസറിൽ വെച്ചു കേട്ടോ കേക്ക്. പിന്നെ ഒരു ½ അവർ വെക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് ഡെലിവറി ചെയ്യാൻ സമയമായപ്പോൾ.
അങ്ങനെ ഓട്ടോയിലെല്ലാം വെച്ചിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. അവർ ഒരു ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യും കേട്ടോ, നമ്മൾ പറഞ്ഞു കൊടുക്കണതൊക്കെ, എവിടേക്കാണ് ഡെലിവറി സമയം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് അവർ പോയി. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കുക. അപ്പോൾ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വൈറ്റ് ഡ്രീം കേക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു 4 ഡ്രീം കേക്ക് വൈകിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെതും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഡെലിവറിക്ക് കൊണ്ടുപോയി, കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവായി. ബാക്കിയായി കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ ഇവിടെ കേക്ക് ചെയ്യാണ്, ഡ്രീം കേക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാക്കറ്റ് കൊണ്ട് നമ്മളിപ്പോൾ 1 kg 2 കേക്കുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. പിന്നെ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഈ ഒരു ഡ്രീം കേക്കുകളും ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സമയമായപ്പോഴേക്കും കറണ്ട് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പേടിയില്ല, ഇനിയിപ്പോൾ ടെൻഷനില്ല. ഈ കേക്കെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ, കറണ്ട് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ഡസ്റ്റ് എല്ലാം കൊടുക്കുകയാണ്, കൊക്കോ പൗഡറിൻ്റെ ഡസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഒരു 2-3 ഡ്രീം കേക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഓർഡറുകളൊക്കെ വരുമ്പോൾ അവർക്ക് എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. 2 ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വരുന്ന ആൾക്കാർക്ക് എടുത്തു കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യണതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് നമുക്ക് കാണാം. താങ്ക്